വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ ബയോളജിയിലെ ഹോർമോൺസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. എല്ലാം PYQs ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ LDC വരെ എല്ലാ ടോപ്പിക്കും റിവിഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏത്? ഓപ്ഷൻസ്: തൈറോയ്ഡ് ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി, പാൻക്രിയാസ്, അഡ്രിനൽ ഗ്രന്ഥി. ഓരോ ഓപ്ഷൻസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇതൊക്കെ അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം. ആൻസർ: തൈമസ് ഗ്രന്ഥി. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിൻ്റെ ഉൽപ്പാദനക്കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടുന്ന അവസ്ഥ. മിക്സിഡിമ, ക്രെറ്റിനിസം, അക്രോമെഗലി, ഗോയിറ്റർ. ആൻസർ: ക്രെറ്റിനിസം. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ. ആൻസർ: അഡ്രിനാലിൻ. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? തൈമസ് ഗ്രന്ഥി, പീനിയൽ ഗ്രന്ഥി, തൈറോയ്ഡ് ഗ്രന്ഥി, അഡ്രിനൽ ഗ്രന്ഥി. ആൻസർ: പീനിയൽ ഗ്രന്ഥി. ലോക പ്രമേഹ ദിനം ആയി ആചരിക്കുന്നത് ജനുവരി 12, നവംബർ 14, മാർച്ച് 22, ഏപ്രിൽ 7. ആൻസർ: നവംബർ 14. ആഗ്നേയഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ആൽഫ കോശങ്ങൾ, ടൈപ്പ് 1 കോശങ്ങൾ, ഗാമ കോശങ്ങൾ, ബീറ്റ കോശങ്ങൾ. ആൻസർ: ബീറ്റ കോശങ്ങൾ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ? ഈസ്ട്രോജൻ, പ്രൊജസ്റ്റിറോൺ, ടെസ്റ്റോസ്റ്റിറോൺ, ഓക്സിറ്റോസിൻ. ആൻസർ: പ്രൊജസ്റ്റിറോൺ. റിലീസിംഗ് ഹോർമോൺ, ഇൻഹിബിറ്ററി ഹോർമോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത്? തൈമസ് ഗ്രന്ഥി, പീയൂഷ ഗ്രന്ഥി, ഹൈപ്പോതലാമസ്, തലാമസ്. ആൻസർ: ഹൈപ്പോതലാമസ്. മെലാറ്റോണിൻ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി? പൈനിയൽ ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി, പീയൂഷ ഗ്രന്ഥി, ഹൈപ്പോതലാമസ്. ആൻസർ: പൈനിയൽ ഗ്രന്ഥി. നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്? പൈനിയൽ ഗ്രന്ഥി, പിറ്റ്യൂട്ടറി ഗ്രന്ഥി, അഡ്രിനൽ ഗ്രന്ഥി, ഹൈപ്പോതലാമസ്. ആൻസർ: പിറ്റ്യൂട്ടറി ഗ്രന്ഥി. അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോൺ? TSH, ACTH, GTH, GH. ആൻസർ: ACTH. വളർച്ചാഘട്ടത്തിനു ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിതമായ ഉൽപ്പാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ? ഭീമാകാരത്വം, അക്രോമെഗലി, വാമനത്വം, ക്രെറ്റിനിസം. ആൻസർ: അക്രോമെഗലി. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത്? ആൽഡോസ്റ്റിറോൺ, സൊമാറ്റോട്രോപ്പിൻ, പ്രോലാക്റ്റിൻ. ഇതൊന്നുമല്ല. ആൻസർ: സൊമാറ്റോട്രോപ്പിൻ. അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമാണ് കോർട്ടെക്സ്. അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറഭാഗമാണ് മെഡുല. പ്രസ്താവന 1 മാത്രം ശരി, പ്രസ്താവന 2 മാത്രം ശരി. 2 പ്രസ്താവനകളും ശരിയാണ്, 2 പ്രസ്താവനകളും തെറ്റാണ്. ആൻസർ: 2 പ്രസ്താവനകളും തെറ്റാണ്. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജലസന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ? ADH, ആൽഡോസ്റ്റിറോൺ, കോർട്ടിസോൾ, എപ്പിനെഫ്രിൻ. ആൻസർ: ആൽഡോസ്റ്റിറോൺ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത്? തൈറോക്സിൻ, തൈമോസിൻ, അഡ്രിനാലിൻ, ഇൻസുലിൻ. ആൻസർ: തൈമോസിൻ. അയഡിന്റെ അഭാവത്തിൽ തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്ന അവസ്ഥ? ക്രെറ്റിനിസം, ഗോയിറ്റർ, എക്സ് ഓഫ്താൽമിക് ഗോയിറ്റർ, മിക്സിഡിമ. ആൻസർ: ഗോയിറ്റർ. തൈറോക്സിന്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം? കാൽസ്യം, ഫോസ്ഫറസ്, മാഗ്നീഷ്യം, അയഡിൻ. ആൻസർ: അയഡിൻ. ലോക പ്രമേഹ ദിനത്തിന്റെ ലോഗോ? ചുവന്ന വൃത്തം, പിങ്ക് റിബൺ, നീലവൃത്തം, റെഡ് റിബൺ. ആൻസർ: നീലവൃത്തം. ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങൾ അറിയപ്പെടുന്നത്? ബീറ്റ കോശങ്ങൾ, ആൽഫ കോശങ്ങൾ, ലക്ഷ്യകോശങ്ങൾ. ഇവയെല്ലാം. ആൻസർ: ലക്ഷ്യകോശങ്ങൾ. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാൽ? അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറംഭാഗം, പാൻക്രിയാസിന്റെ പുറംഭാഗം, പാൻക്രിയാസിലെ കോശ സമൂഹങ്ങൾ. ഇവയൊന്നുമല്ല. ആൻസർ: പാൻക്രിയാസിലെ കോശ സമൂഹങ്ങൾ. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോൺ? ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, കോർട്ടിസോൺ, അഡ്രിനാലിൻ. ആൻസർ: ഗ്ലൂക്കഗോൺ. ഉപാപചയ പ്രവർത്തന നിരക്ക് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി? തൈറോയ്ഡ് ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി, അഡ്രിനൽ ഗ്രന്ഥി, പൈനിയൽ ഗ്രന്ഥി. ആൻസർ: തൈറോയ്ഡ് ഗ്രന്ഥി. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ? കാൽസിറ്റോണിൻ,
പാരാതോർമോൺ, കോർട്ടിസോൾ ഇവയൊന്നുമല്ല. ആൻസർ പാരാതോർമോൺ. ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്ന ഹോർമോൺ. വാസോപ്രസിൻ, ADH, ഓക്സിറ്റോസിൻ, എപ്പിനെഫ്രിൻ. ആൻസർ ഓക്സിറ്റോസിൻ. പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥി. ആഗ്നേയഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി, തൈറോയ്ഡ് ഗ്രന്ഥി, എയും ബിയും. ആൻസർ ആഗ്നേയഗ്രന്ഥി. കോശവിഭജനം, കോശവൈവിധ്യവൽക്കരണം എന്നിവയ്ക്ക് സഹായിക്കുന്ന സസ്യ ഹോർമോൺ. ഓക്സിൻ, ജിബർലിൻ, സൈറ്റോകിനിൻ, എത്തിലിൻ. ആൻസർ സൈറ്റോകിനിൻ. വാതക രൂപത്തിൽ കാണപ്പെടുന്ന സസ്യ ഹോർമോൺ ഏത്? ഓക്സിൻ, ജിബർലിൻ, സൈറ്റോകിനിൻ, എത്തിലിൻ. ആൻസർ എത്തിലിൻ. ഇലകൾ, കായകൾ എന്നിവ പൊഴിയാൻ സഹായിക്കുന്ന ഹോർമോൺ. ഓക്സിൻ, ജിബർലിൻ, സൈറ്റോകിനിൻ, അബ്സിസിക് ആസിഡ്. ആൻസർ അബ്സിസിക് ആസിഡ്. മുന്തിരി, ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലുപ്പം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹോർമോൺ. ഓക്സിൻ, ജിബർലിൻ, സൈറ്റോകിനിൻ, അബ്സിസിക് ആസിഡ്. ആൻസർ ജിബർലിൻ. സ്ത്രീ ലൈംഗിക ഹോർമോണിൽ പെടാത്തതേത്? ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റിറോൺ ഇവയെല്ലാം. ആൻസർ ടെസ്റ്റോസ്റ്റിറോൺ. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് ഹോർമോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നു. കൃത്യമായ പ്രജനന കാലഘട്ടം ഉള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇൻസുലിൻ, മെലാറ്റോണിൻ, അഡ്രിനാലിൻ, സൊമാറ്റോട്രോപ്പിൻ. ആൻസർ മെലാറ്റോണിൻ. ഫിറമോണിന് ഉദാഹരണം. കസ്തൂരി, സിവറ്റോൺ, ബോംബിക്കോൾ ഇവയെല്ലാം. ആൻസർ ഇവയെല്ലാം. ഫ്രണ്ട്സ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും PYQs ആണ്. എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ക്വസ്റ്റ്യൻസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക.